ഇപ്പം നമുക്ക് കിട്ടുന്ന വിഷ്വൽസ് അനുസരിച്ച് അവിടെ അത്ര മോശമായിട്ടുള്ള കാലാവസ്ഥയൊന്നും അല്ല. അതുകൊണ്ട് കണ്ടെത്തൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാവാൻ സാധ്യതയില്ല. കാരണം ഇവർ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ട്രെയിൻഡ് ആണല്ലോ. എന്തായാലും ജീവൻ രക്ഷാ ഉപകരണങ്ങളില്ലാതെ അവർ വെള്ളത്തിലേക്ക് ചാടാനുള്ള സാധ്യത കുറവാണ്. തീർച്ചയായിട്ടും. ഏകദേശം 11 മണിക്കാണ് വിവരം കിട്ടുന്നത്. ഒഫീഷ്യലിയുള്ള വിവരമല്ല, കപ്പലിൻ്റെ ഉടമസ്ഥൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിൽ ഒരാൾ വിളിക്കുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. അല്ലല്ല, നമ്മളല്ല, അവർ തന്നെ നേരിട്ട് കോസ്റ്റ് ഗാർഡിനെ അറിയിച്ചിരിക്കുന്നു. അവിടെ രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയതിൻ്റെ ശേഷമാണ് നമ്മൾ അറിയുന്നത്. ആയിരിക്കുമല്ലോ, അതല്ലേ മെയിൻ. ബേപ്പൂരിനേക്കാൾ മെയിൻ ആയിട്ടുള്ളത് കൊച്ചിയല്ലേ. അഴീക്കലാണ് നിലവിൽ അടുത്തായിട്ടുള്ളത്. സൗകര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ അപകടത്തിൽപ്പെട്ടവരെ ഇറക്കിയിട്ട് കപ്പലിലാക്കിയിട്ടാണല്ലോ കൊണ്ടുവരിക. അങ്ങനെയുള്ള കപ്പലുകൾ, അതിൻ്റെ അടുത്തുള്ള കപ്പലുകളൊക്കെ വലിയ കപ്പലുകളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നേരിട്ട് ഇവിടെ ബേപ്പൂർക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അവർ ഒരു പക്ഷേ മംഗലാപുരമായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അതെ, മംഗലാപുരത്തേക്കാണ് നേരിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കപ്പൽ നേരിട്ട് കൊണ്ടുപോയി കരയിൽ കൊണ്ടുപോയി ഇറക്കുക എന്നുള്ളത് മംഗലാപുരത്താണ് സാധ്യത. സമയമൊന്നും ഇവർക്കൊക്കെ ഹൈ സ്പീഡ്, അരമണിക്കൂർ. അതാണ് പറയുന്നത്, അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിൻ്റെയൊക്കെ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. അത് വലിയ ഇഷ്യൂ അല്ലല്ലോ. കാരണം ഇവിടെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, പുറംകടലിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വലിയ കപ്പലിൽ നിന്ന് ചെറിയ കപ്പലിലേക്ക് മാറ്റണം. അതിനുള്ള സമയം മതിയായിരിക്കും ഒരു പക്ഷേ നേരിട്ട് അവരെ ചെല്ലുന്നത്. ഇതുവരെ അവർ കൺഫേം ചെയ്തിട്ടില്ല എവിടേക്കാണ് വരുന്നത്, എങ്ങോട്ടാണ് ആൾക്കാരെ കൊണ്ടുവരുന്നത് എന്നുള്ളത് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. തയ്യാറായിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതൊക്കെ ഇമിഗ്രേഷൻ തന്നെ തീരുമാനിക്കണം. സാധാരണഗതിയിൽ അപകടം പറ്റിയിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടൊന്നും സ്റ്റോപ്പ് ചെയ്യലില്ല. അതെ, ഹോസ്പിറ്റലൈസേഷന് ശേഷം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവില്ലുള്ളൂ. അല്ല, ആ ഇൻഫർമേഷൻ ഇവിടെ കിട്ടിയിട്ടില്ല. ഇല്ല. തുടർച്ചയായിട്ട് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ആശങ്കയുണ്ടാകും. ഈ കണ്ടെയ്നറുകൾ കപ്പലിൽ വീഴുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ സംഭവിച്ച സമാനമായ സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടാകുന്നത്. അപ്പോൾ അത്ര ഒരു ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എന്താണ് ഒരു മുൻകരുതലൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇത് ഈ കണ്ടെയ്നറൊക്കെ കയറ്റി വെച്ചാലും അതിനൊരു ലാഷിങ് കെട്ടി ഉറപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് കൊച്ചിയുടെ കാര്യത്തിൽ, കൊച്ചിയിൽ നടന്ന അപകടത്തിൻ്റെ കാര്യത്തിലുണ്ടായത് അതിലെന്തോ പാകപ്പിഴ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ അപകടത്തിൻ്റെ കാര്യത്തിൽ പൊട്ടിത്തെറിയെന്നാണല്ലോ പറയുന്നത്. മറ്റോടത്ത് പൊട്ടിത്തെറിയല്ല, ലാഷിങ് പൊട്ടലേ ഉണ്ടായിട്ടുള്ളൂ. കെട്ടിവെച്ചിട്ടുള്ള വയറും അല്ലെങ്കിൽ ബോട്ടിൽ സ്ക്രൂ അങ്ങനെയൊക്കെ വെച്ചിട്ട് സാധനം വെച്ചാണിത് കെട്ടി ഉറപ്പിക്കുന്നത്. അത് പാർട്ട് ചെയ്തു വേർപെട്ട് കണ്ടെയ്നറുകൾ ആദ്യം വെള്ളത്തിൽ പോകാനുണ്ടായത്. ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായി, അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. ഇപ്പം കപ്പലിലെ ജീവനക്കാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയുള്ളൂ, എന്താണ് ആദ്യം സംഭവിച്ചതെന്നുള്ളത്. അതിലൊന്നും നമുക്ക് യാതൊരുവിധ കൺട്രോളും ഇല്ല. അവരാണ് തീരുമാനിക്കേണ്ടത്. അവർ കോസ്റ്റ് ഗാർഡ് അല്ലെങ്കിൽ നേവി. ഇപ്പോൾ ഒരു 18 പേരേനെ കിട്ടിയെന്ന് പറയുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ 18 പേരേനെ കരയിലെത്തിക്കുകയാണ് ആദ്യം വേണ്ടത്. വേറൊരു കപ്പലിന് ആ സെർച്ച് കണ്ടിന്യൂ ചെയ്യാം. സാധാരണഗതിയിൽ അങ്ങനെയാണ് ചെയ്യുക. ഇവരെന്ത് രീതിയിലുള്ള തീരുമാനം എടുത്തിട്ടുള്ളതെന്നുള്ള അറിയില്ല. അവരാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് വേണ്ടതെന്നുള്ള കാര്യത്തിൽ. ഇല്ല, അവർ വരുന്നുണ്ടെന്ന് അറിയിച്ചാൽ പോയാൽ മതിയല്ലോ. ഇവിടുന്ന് നമുക്ക് 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ പുറംകടലിലേക്ക് പോകാൻ പറ്റും.
എത്രത്തോളം അവർക്ക് അപകടം പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. മാത്രമല്ല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ, ഹോസ്പിറ്റലൈസേഷൻ തന്നെ വേണ്ടേ അതിന്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ അവർ ബാക്കിയുള്ളവരുടെ സെർച്ചിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പരിക്ക് വലിയ ഗുരുതരമാണെന്നുള്ള വിവരങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ എടുത്ത് ചാടി, വെള്ളത്തിലേക്ക് ചാടി. ചാടുന്ന സമയത്ത് എന്തായാലും ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലൈഫ് ബോയ് ഉണ്ടാവും ഫ്ലോട്ടിങ് കണ്ടീഷനിൽ തുടരാൻ വേണ്ടി. ഇവർക്കൊക്കെ നീന്തൽ അറിയാവുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാധാരണഗതിയിൽ അപകടത്തിൽ വീഴുന്നതും ചാടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ചാടിക്കഴിഞ്ഞാൽ നീന്തുന്നതിന് വലിയ വ്യത്യാസം ഉണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല. അതെ അതെ, അതിനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല.